റീസെന്റ് കമന്റ് ബോക്സിലും DMസിലും ഒക്കെ വരുന്ന ഒരു കോമൺ ക്വസ്റ്റൻ ആണ് ഡിസംബർ മന്തിൽ ട്രേഡ് ചെയ്യാൻ നല്ലതാണോ എന്ന്. എസ്പെഷ്യലി ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ US ഫ്യൂച്ചേഴ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഡിസംബർ മന്തിനെ ഒരു റഫ് മന്തായിട്ടാണ് കാണുന്നത്. അതായത് വോളിയം കുറവുള്ള മന്തും ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവുള്ള മന്തും ടോപ്പ് ലോസുകൾ കൂടുതൽ ഹിറ്റ് ആവും അല്ലെങ്കിൽ നഷ്ടം കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മന്തുമായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്താണ് അതിന്റെ റീസൺ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ ഗോൾഡിന്റെ 4 hour ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡിസംബർ 1 തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ കാണാം ഡിസംബർ 1 മുന്നേ മാർക്കറ്റ് ഒരു ക്ലീൻ അപ് ട്രെൻഡിലാണ് അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഫേസിലായിട്ടാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. ഡിസംബർ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീക്ക് തന്നെ മാർക്കറ്റ് എന്തിലേക്ക് മാറി? ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറി. അതായത് കൺസോൾട്ടേഷനിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു വോളിയം ഡ്രോപ്പ് വരുന്നതുകൊണ്ടാണ്. അതായത് അടുത്ത ഒരു ബുള്ളിഷ് മൊമെന്റം അല്ലെങ്കിൽ ഒരു ബെയറിഷ് മൊമെന്റം അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് മൊമെന്റം ഏത് സൈഡിലേക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ ഈ ഒരു സിനാരിയോ നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള ചാർട്ട് എടുത്ത് നോക്കിയാലും ഇതേ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 2021 ഡിസംബർ ആ ഒരു മന്ത് ടോട്ടലി മാർക്കറ്റ് എന്താണ്? കൺസോൾട്ടേഷൻ ആണ്. അതായത് ജനുവരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അതുവരെ നിങ്ങൾക്ക് നോക്കിയാലാണ് മാർക്കറ്റ് ഒരു ടോട്ടൽ കൺസോൾട്ടേഷൻ ഫേസിലാണ്. എസ്പെഷ്യലി ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ കൺസോൾട്ടേഷൻ ആണ്. 2022 ഡിസംബർ 1. അതായത് ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ 6, 7, 8, 9 ഈ ഒരു ഏരിയ ആണ്. ചെറിയൊരു ബുള്ളിഷ്നെസ് കാണിച്ചു, ഡ്രോപ്പായി, വീണ്ടും കൺസോൾട്ടേഷൻ. അടുത്തത് 2023 സെയിം സിറ്റുവേഷൻ. ഫസ്റ്റ് ഒരു ബുള്ളിഷ് മൊമെന്റ് വന്നു, ഡ്രോപ്പായി, അതുപോലെ തന്നെ അതായത് എവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ തിരിച്ചെത്തി, വീണ്ടും കൺസോൾട്ടേഷൻ. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂവേഷൻ വന്നിട്ട് വീണ്ടും തിരിച്ചു കയറി കൺസോൾട്ടേഷൻ. 2024 ഇവിടെ നോക്കാം കൺസോൾട്ടേഷൻ, റീട്രേസ്മെന്റ്. 2025 അതായത് ഇപ്പോഴത്തെ ചാർട്ട് ഡിസംബർ 1 ക്ലീൻ കൺസോൾട്ടേഷൻ, കറക്ഷൻ. നാളെ എന്താവും അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്താവും നമുക്കറിയില്ല. മേ ബി റീട്രേസ് ചെയ്യാം, കൺസോൾട്ടേറ്റ് ചെയ്യാം. അപ്പോൾ മോസ്റ്റ്ലി ഡിസംബർ എന്ന് പറയുന്നത് ഒരു വോളിയം ഡ്രോപ്പ് ഉള്ള ഒരു മന്താണ്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ട ആസ് എ ട്രേഡർ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രേഡ്സ് കുറയ്ക്കുക. ഏറ്റവും ബെറ്റർ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ട്രേഡ്സിലാണിത്. അതായത് ട്രേഡ് ജേണലും കാര്യങ്ങളും ട്രാക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു ലൈക്ക് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ആൽഫ ക്യാപിറ്റലിൻ്റെ 200K അക്കൗണ്ടാണ്. അതുപോലെ വേറെ 2 അക്കൗണ്ടും കാണാം. ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ ഒരു 50K ഉണ്ട്. അതുപോലെ ബ്ലൂബെറി BB എന്ന് പറയുമ്പോൾ ബ്ലൂബെറിയുടെ ഒരു 50K ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആൽഫ ക്യാപിറ്റൽ 200K അക്കൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നെറ്റ് PNL എന്ന് പറഞ്ഞാൽ $3,500 സംതിങ് ഉള്ളത്. അതുപോലെ തന്നെ ഡിസംബർ മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഞാൻ ട്രേഡ് ചെയ്തിരിക്കുന്നത് 1, 2, 3, 4, 5 ഡേയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വീക്ക് 1000 സംതിങ് പ്രോഫിറ്റ് ഉണ്ട്, സെക്കൻഡ് വീക്കും 1000 സംതിങ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെമോ അക്കൗണ്ട് ആണെന്ന് ആൾക്കാർ കമന്റ് ചെയ്യും, അതുകൊണ്ട് അതുകൂടെ കാണിക്കാം. അതായത് ഇപ്പോൾ ഇത് ആൽഫ ക്യാപിറ്റലിന്റെ തന്നെ വെബ്സൈറ്റ് ആണ്. അതിൽ വന്നാൽ ആക്റ്റീവ് അക്കൗണ്ട്സ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം 200K തന്നെയാണ്. സെയിം പ്രോഫിറ്റ് ഇവിടെ കാണാം, ബാലൻസ്. സ്റ്റാറ്റസ് കൂടെ ചെക്ക് ചെയ്യുക, ഫണ്ടഡ് ആണ് അക്കൗണ്ട്, അതായത് പാസ്സായ അക്കൗണ്ടാണ്. ഇനി ഇതിന്റെ പ്രോഗ്രസ് എടുത്തു കഴിഞ്ഞാൽ സെയിം കാര്യം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം 3569 ആണ് പ്രോഫിറ്റ്, വിൻ റേറ്റ് 60.25 ആണ്. സെയിം സാധനം തന്നെയാണ് ഇവിടെയും കാണും. അതുപോലെ തന്നെ മറ്റ് 2 അക്കൗണ്ട്സും ഉണ്ട്. ഇത് ഞാൻ കാണിക്കുന്നത് എല്ലാം ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ്. ഇവിടെ നോക്കിയാൽ 50K ഒരു ഫണ്ടഡ് നെക്സ്റ്റിന്റെ അക്കൗണ്ടിൽ ആകെ $40 പ്രോഫിറ്റ് ഉള്ളൂ. അതായത് ഫസ്റ്റ് വീക്ക് എടുത്ത ഒരു ട്രേഡ് ലോസ് ആയിരുന്നു. ടോട്ടലി $100 സംതിങ്ങേ കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ വീക്ക് ലോസ് ആണ്. ഇനി നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലൂബെറിയുടെ 50K ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ $500 പ്രോഫിറ്റിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ആകെ 3 ട്രേഡ്സേ എടുത്തിട്ടുള്ളൂ. ഈ വീക്കാണ് ഞാൻ ട്രേഡ് എടുത്തത്. അതിൽ 2 ഡേ പ്രോഫിറ്റ് ആയിരുന്നു, ഫ്രൈഡേ ലോസ് ആയിരുന്നു. ടോട്ടൽ 500 സംതിങ്ങിൽ എൻഡ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി ഉള്ള ആഴ്ചകളിൽ, അതായത് ഡിസംബറിലെ ബാക്കി ട്രേഡിംഗ് ഡേയ്സിൽ ഞാൻ ശരിക്കും ട്രേഡ് ചെയ്യില്ല. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഹോളിഡേയ്സ് ആണ്, ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്. അപ്പോൾ വോളിയം നല്ല രീതിയിൽ ഡ്രോപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽസ് കാര്യങ്ങളൊക്കെ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യുക, ഇനിയുള്ള ഒരു 2 വീക്സ് ട്രേഡ് ചെയ്യാതിരിക്കുക. ജനുവരി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ 1 തീയതി തന്നെ ട്രേഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. ജനുവരി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു 1 വീക്ക് ടൈം കൊടുത്തതിന് ശേഷം ഒരു ജനുവരി സെക്കൻഡ് വീക്ക് തൊട്ടിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം അപ്പോഴത്തേക്ക് മാർക്കറ്റ് ഒന്ന് വോളിയം ഒക്കെ ബാലൻസ് ചെയ്ത് തിരിച്ച് കയറി വരത്തുള്ളൂ. അപ്പോൾ ആ സമയം എന്ത് ചെയ്യുക, ആസ് എ ട്രേഡർ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഇപ്പോൾ ഈ കണ്ടത് ഫണ്ടഡ് ആണ്. ഇതേ സെയിം മെത്തേഡ് തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ ലൈവ് അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വോളിയം ഇല്ലാത്ത സമയത്ത് അനാവശ്യമായ ട്രേഡ്സ് എടുത്ത് അക്കൗണ്ടിൽ ലോസിൽ വരുത്തി വെക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ 200K അക്കൗണ്ടിൽ പേ ഔട്ട് ആയിരിക്കുവാണ്. അതായത് നെക്സ്റ്റ് വീക്കിൽ 3500 സംതിങ് ഞാൻ പേ ഔട്ട് അടിക്കും. പേ ഔട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ മാസം മാത്രം $3000 സംതിങ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതിനകത്ത് പറയുവാണ്. അതായത് നമ്മൾ കാണിക്കുന്ന PNLs കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെന്ന് പറയുന്ന ആൾക്കാരോട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലൈവായിട്ട് തന്നെയാണ് കാണിച്ചത്. സോ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇത്രയും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലൈവ് അക്കൗണ്ട്സും ഇപ്പോൾ കണ്ട 3 അക്കൗണ്ട് അല്ലാതെ വീണ്ടും ഫണ്ടഡ് അക്കൗണ്ട്സ് നമുക്കുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു മന്ത് മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3500 ഈ അക്കൗണ്ടിൽ നിന്ന് 200K അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ ലൈവ് അക്കൗണ്ട്സിലും എത്ര ഉണ്ടെന്ന് നമ്മൾ പല സ്റ്റോറീസിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. 2025 നമ്മൾ നല്ല രീതിയിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതേ ഒരു എഫക്റ്റ് തന്നെ നമ്മൾ 26ലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്
ട്രേഡിൽ നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ്. എസ്പെഷ്യലി ഗോൾഡ് ട്രേഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്രിസൈസ് എൻട്രി പോയിന്റ്സ് കാര്യങ്ങൾ കിട്ടണം. അതുപോലെ തന്നെ മാർക്കറ്റിനെ പറ്റി പ്രോപ്പറായിട്ട്, അതായത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. കാരണം അതൊരു ഹൈലി വോളറ്റൈൽ അസറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ മന്തിൽ ഇനിയുള്ളൊരു 2-3 വീക്സ് മാക്സിമം ട്രേഡ് ചെയ്യാതെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ പേ ഔട്ട് ടൈമിംഗ് ഒക്കെ ആയി കിടക്കുന്ന അക്കൗണ്ട്സോ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ കിടക്കുന്ന അക്കൗണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോഫിറ്റ് വിഡ്രോ അടിച്ചിട്ട് ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ ചില്ല് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.